നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീലിയൻ ദേശീയ ടീമിനെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ മാസത്തിൽ 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കാനുള്ളത്. ഇക്വഡോറിനെതിരെയും പരാഗ്വയ്ക്കെതിരെയുമാണ് മത്സരങ്ങൾ. സെപ്റ്റംബർ 7 രാവിലെ ഇന്ത്യൻ സമയം 6:30 ബ്രസീലും ഇക്വഡോറും തമ്മിൽ കളിക്കുന്നത്. അത് ബ്രസീലിന് ഹോം മത്സരമാണെങ്കിൽ സെപ്റ്റംബർ 11 രാവിലെ 6 മണിക്ക് പരാഗ്വയ്ക്കെതിരെ ബ്രസീൽ കളിക്കുന്നു. ബ്രസീലിന് അത് എവേ മത്സരമാണ്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലേക്ക് എസ്റ്റവായോ വില്യൻ, മെസ്സിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള എസ്റ്റവായോ വില്യനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ കോളപ്പാണ്, സീനിയർ ടീമിലേക്കുള്ള ആദ്യ കോളപ്പാണ്. ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു യുവതാരമാണ്. അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രസീലിന്റെ ഈ സ്ക്വാഡ് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ഡൊറിവാൾ ജൂനിയർ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് ലിവർപൂളിന്റെ ആലിസൺ, അൽ നസറിന്റെ ബെൻഡോ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ എന്നിവരെയാണ്. ഫുൾ ബാക്കുമാരായിട്ടുള്ളത് യുവന്റസിന്റെ ഡാനിലോ, ബൊറൂസിയയുടെ യാൻകൂട്ടോ, അത്ലറ്റിക്കോ എംജിയുടെ ഗുയർമെ അരാന, പോർട്ടോയുടെ വെൻഡൽ എന്നിവരാണ്. ഇനി സെന്റർ ബാക്കുമാരായിട്ട് PSG-യുടെ വെറാൽഡോ, റയൽ മാഡ്രിഡിന്റെ എദർ മിലിറ്റാവോ, ആഴ്സണലിന്റെ ഗബ്രിയൽ മഗല്ലസ്, PSG-യുടെ മാർക്കിഞ്ഞോസ് എന്നിവരുണ്ട്. മധ്യനിരയിൽ ഫ്ലുമിനൻസിന്റെ ആന്ദ്രേ, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ബ്രൂണോ ഗുയിമാരസ്, ഫ്ലമിംഗോയുടെ ഗേഴ്സൺ, വോൾവർഹാംപ്ടന്റെ ജാവോ ഗോമസ്, വെസ്റ്റാമിന്റെ ലൂക്കാസ് പക്വേറ്റ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ റയൽ മാഡ്രിഡിന്റെ റോഡ്രിഗോ, റയൽ മാഡ്രിഡിന്റെ എൻട്രിക്ക്, പാൽമിറാസിന്റെ എസ്റ്റവായോ വില്യൻ, ബൂട്ടഫാഗയുടെ ലൂയിസ് എൻട്രിക്കെ, ഫ്ലമിംഗോയുടെ പെഡ്രോ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവിഞ്ഞോ, റയൽ മാഡ്രിഡിന്റെ വിനി ജൂനിയർ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തുള്ള നെയ്മർ ജൂനിയർ അതിവേഗം സുഖം പ്രാപിക്കുകയാണ്. ഇതുവരെ അദ്ദേഹം തന്റെ ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലിനോടൊപ്പം കളക്റ്റീവ് ട്രെയിനിങ്, ടീം ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഒക്ടോബർ മാസത്തിലെ ബ്രസീലിയൻ ടീമിന്റെ കോളപ്പിലേക്ക് നെയ്മർ വന്നേക്കും. ഏതായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിൽ നെയ്മർ ജൂനിയർക്ക് ഇടം കൊടുത്തിട്ടില്ല. അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.